നമ്മളിപ്പോ ഹയാസിന്റെ പുതിയ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹയാസിനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പഠിക്കാൻ പോകുന്നത് പുതിയ സ്കൂളിലാണെന്നുള്ളത്. അപ്പൊ ഇന്ന് സ്കൂളില് അടുത്ത അക്കാഡമിക് ഇയറിലേക്കുള്ള ബുക്സും യൂണിഫോംസും എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പൊ അതേപോലെ ഇന്ന് നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയേക്കണേ. കാരണം ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് 2:30 വരെയാണ് നമുക്കുള്ളത് കേട്ടോ അവിടെ ബുക്സും യൂണിഫോമും ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നത്. രാവിലെ ഈ ഇരിക്കുന്ന ആൾക്ക് തീരെ സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല മുട്ടൻ ഇടി കാര്യങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് രാവിലെ പോകാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഇപ്പൊ ഇവര് രണ്ടുപേരും പള്ളിയിൽ പോയി വന്ന് നമ്മളുടെ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് നമ്മളിപ്പോ പോണത്. എന്റെ ഇവിടെ കണ്ടോ ഒരു വലിയ കുരു വന്നിട്ടുണ്ട് കേട്ടോ. അതപ്പോ അവിടെ നിക്കട്ടെ. അപ്പൊ നമുക്ക് ഹയാസിന് ഇഷ്ടമായി. ഹയാസ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുരുവാണ്. അതാണ് ഇതിന്റെ കോല ഇങ്ങനെയൊക്കെ ഇരിക്കണ കേട്ടാ. അപ്പൊ ഇനി നേരെ സ്കൂളിലേക്ക് പോവാണ്. എന്താണ് മതി അപ്പൊ അതേപോലെ ഇന്നും ഹംനാനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഹംനാനെ വീട്ടിലാക്കിയിട്ടാണ് പോന്നേക്കണേ. ആള് ഞങ്ങൾ പോന്നെ കണ്ടിട്ട് അത്യാവശ്യം കരച്ചില് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. എന്തായാലും അത് മൈൻഡ് ചെയ്യാൻ നിന്നില്ല. കാരണം സമയം ഇല്ലാത്തോണ്ട് വേഗം ഉമ്മിച്ചിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോകുന്നേക്കാണ്. ഹയാസിനെ കൊണ്ടുപോകാണ്ടിരിക്കാൻ പറ്റൂല. പൈസ കൊടുക്കണോ അല്ലേ? പൈസ അബടയിലുണ്ട്. അപ്പൊ ഹയാസിനെ കൊണ്ടുപോകാണ്ടിരിക്കാൻ പറ്റൂല. കാരണം യൂണിഫോം ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സ്റ്റിച്ച് ചെയ്ത യൂണിഫോം ആയതുകൊണ്ട് അളവ് നോക്കാനായിട്ട് എന്തായാലും ഹയാസിനെ കൊണ്ടുപോകണം. പിന്നെ നമ്മൾ ഇതുവരെ സ്കൂളിൽ പോയിട്ട് സ്കൂളിന്റെ ചുറ്റുപാടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മള് ജസ്റ്റ് ആ ഓഫീസ് വരെ മാക്സിമം സ്കൂളിൽ പോയിട്ടുള്ളൂ. പോയപ്പോഴൊക്കെ വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു. അപ്പൊ ക്ലാസ് ഉള്ള ടൈമിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അകത്തേക്ക് അവിടെ എൻട്രിയും ഇല്ല. അപ്പൊ ഇന്ന് സ്കൂളൊന്ന് മൊത്തത്തിലൊന്ന് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാണണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇന്ന് പോണത്. അപ്പൊ എങ്ങനെയാവും എന്താവുന്നൊന്നും അറിയില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് ഹയാസിനെ ഇപ്പൊ പുതിയ സ്കൂളിലേക്ക് ആക്കുന്നതില്. കാരണം ഞങ്ങളുടെ പാരന്റ്ഹുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹയാസിനാണ്. ഫസ്റ്റ് ബേബി ആയതിന്റെ എല്ലാം അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങളും ഫ്രഷ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ പുതിയ സ്കൂളിലേക്ക് പോകുമ്പോ എന്താവും ഏതാവും എന്നൊക്കെ ഉള്ള നല്ല ടെൻഷൻ ഉണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന പാമ്പറിങ്ങും കെയറും കാര്യങ്ങളൊന്നും ഇനിയിപ്പോ കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം മുതിർന്ന കുട്ടിയായി. ഇനി അവര് ട്രീറ്റ് ചെയ്യുന്നത് അതുപോലൊക്കെ ആയിരിക്കും സ്കൂളിൽ നിന്ന്. അപ്പൊ എന്താവും എങ്ങനെയാവും എന്നുള്ള ഭയങ്കര ടെൻഷനും വറീസ് ഒക്കെ എനിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഇതിപ്പോ CBSE സിലബസിലേക്കാണ് ഹയാസിനെ ആക്കണത്. ഞാൻ ഒരു സ്റ്റേറ്റ് സിലബസില് നോർമൽ ഒരു എയ്ഡഡ് സ്കൂളില് മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. അപ്പൊ എനിക്ക് അതിൻ്റെതായ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. 10th ഒക്കെ കഴിഞ്ഞാൽ +1 പോയ സമയത്ത് ബുക്കൊക്കെ എടുത്ത് വെച്ചിരുന്ന് കരണ്ട സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ലാംഗ്വേജ് ബുദ്ധിമുട്ടായിട്ട്. അപ്പൊ എന്തായാലും ആ ഒരു ഇത് ഹയാസിന് വരരുത് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോ ഇങ്ങനെ ചേർക്കണത്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. CBSE സിലബസിനെ പറ്റി അറിയാത്തതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും ഇവന്റെ കൂടെ വീണ്ടും എന്റെ പഠനം കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ എനിക്ക് ഏക ആശ്വാസം ഉള്ളത് ഇക്കാകന്റെ കാര്യത്തിലാണ്. ഇക്കാക എന്നെക്കാളും ഫാർ ബെറ്റർ ആണ് ലാംഗ്വേജില്. അത് ഹിന്ദിയിലും അതെ ഇംഗ്ലീഷിലും അതെ. അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് അല്ലേ? ഹേയ് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്ന്. വണ്ടി ഓടിക്കണതിന്റെ ടെൻഷനിലുണ്ട്. അപ്പൊ നമ്മളിപ്പോ സ്കൂൾ എത്താറായിട്ടുണ്ട്. സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ട് ഇരിക്കുകയല്ലേ? ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമുക്കിനി നേരെ ഹയാസിന്റെ പുതിയ സ്കൂളിലേക്ക് ഒരുമിച്ച് പോവാം. അവിടെ ഞങ്ങൾ കാണുന്ന കാഴ്ചകളെല്ലാം നമുക്ക് എല്ലാവർക്കും കൂടി കാണാം കേട്ടോ. അപ്പൊ ഇതാണ് ഹയാസിന്റെ പുതിയ സ്കൂളിന്റെ എൻട്രൻസ് കേട്ടോ. ഇതാണ് സ്കൂള്. സ്കൂളെത്തി. ആലങ്ങാട് ജമാഅത്ത് പബ്ലിക് സ്കൂൾ സീനിയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ. കരുമാലൂരാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോ പിള്ളേരൊക്കെ ഉണ്ടാവുന്നാവോ? യൂണിഫോമും ബുക്കൊക്കെ വെച്ചാൽ എല്ലാവരും രാവിലെ പോയിട്ടുണ്ടാവും. ഇല്ലാന്ന് തോന്നുന്നല്ലേ? വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഹയാസിന്റെ പുതിയ സ്കൂൾ കേട്ടോ. പാരന്റ്സ് ഒക്കെ അവിടെ നിന്ന് വാങ്ങിട്ട് വരുന്നുണ്ട്. കാശൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഇന്ന് കാശ് പോണ ദിവസമാണ് കേട്ടോ. ഏറ്റവും എന്താ പറയാ, ഏറ്റവും ഭയങ്കര നമ്മള് കൊടുത്ത് പഠിപ്പിക്കണതിന് ഏറ്റവും നല്ലൊരു റിസൾട്ട് ഉണ്ടാവണേന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഇങ്ങടേക്ക് വന്നേക്കണത്. കൊറേ പൈസ ഉണ്ടല്ലോ. 6,000
6000 ഉള്ളിലാവും എന്നാ പറഞ്ഞത്. യൂണിഫോമും ബുക്കും കൂടി ഉണ്ടാവും. 2 ജോഡി യൂണിഫോം ഉണ്ടാവും. പിന്നെ വീക്ക്ലി യൂണിഫോം 2 പേരുണ്ടാവും. പിന്നെ വെനസ്ഡേ യൂണിഫോം ഉണ്ടാവും. നിനക്കല്ല, നീ ചെറിയ കുട്ടിയാണ്, അവിടെ ടീച്ചർമാര് നിന്നെ ചീത്ത പറയും. ഹയാസ് ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കണം കേട്ടോ. നമുക്ക് പോവാം വാങ്ങിക്കാനായിട്ട്. ഓക്കെ, ഞങ്ങളപ്പോ പോയി വാങ്ങിക്കട്ടെ. വാ, നിങ്ങളും വായോ കൂടെ. ഹയാസ് ഇന്ന് സ്കൂളിൽ വരുന്നതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ തന്നെ ഹാപ്പിയാണ് കേട്ടോ. ഈക്വലി നമ്മളും അവന്റെ കൂടെ തന്നെ എല്ലാവിധ എക്സൈറ്റ്മെന്റോടും കൂടിയാണ് ഓരോ തവണയും സ്കൂളിലേക്ക് വരുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവന്റെ കൂടെ നമുക്ക് എല്ലാവരും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിന്റേതായ എല്ലാ ടെൻഷൻസും വറീസും ഞങ്ങൾക്ക് 2 പേർക്കും എപ്പോഴും ഉണ്ടാവും കേട്ടോ. നമ്മൾ സ്കൂളിൽ വന്നത് വളരെ പെർഫെക്റ്റ് ടൈമിങ്ങിനായിരുന്നു. യാതൊരു വിധ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മൾ വന്നത് യൂണിഫോം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യൂണിഫോമിന്റെ പേയ്മെന്റ് ഒക്കെ അടച്ചിട്ട് യൂണിഫോം ട്രയൽ ചെയ്ത് നോക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റിച്ചഡ് യൂണിഫോം ആണ് ഇവർക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതൊന്ന് മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമുക്ക് യൂണിഫോം സെറ്റ് ചെയ്യാനായിട്ട്. ഇതവരെ വെനസ്ഡേലത്തെ യൂണിഫോം ആണ് കേട്ടോ. ഫസ്റ്റ് അവിടെ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് വരുന്നില്ല. അപ്പൊ പേയ്മെന്റ് ഒക്കെ ചെയ്ത് ബില്ലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവരെ ഒരു സെറ്റ് യൂണിഫോം തന്നു. അപ്പൊ നമുക്ക് എക്സ്ട്രാ വേറൊരു റൂമിലേക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടോ. അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് അവനെ ഇടിച്ച് നോക്കാം. അപ്പൊ നമുക്ക് അതിന്റെ കറക്റ്റ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുമല്ലോ. ഹയാസിനെ കൊണ്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് മെഷർമെന്റ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇനി 2-3 തവണ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് യൂണിഫോം ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു ക്ലാസ് റൂമിൽ വന്നപ്പോൾ അവിടെ വേറൊരു കുട്ടീനെ കണ്ടിട്ടോ. അപ്പൊ ഇവനും നമ്മുടെ ഹയാസിന്റെ കൂടെ തന്നെയാണ് ക്ലാസ്സിൽ പഠിക്കാൻ പോണത്. 2 പേരും ഫസ്റ്റ് A ഡിവിഷനിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു F ഡിവിഷൻ വരെയൊക്കെ ഉണ്ട്. ഹയാസ് pre-KG കംപ്ലീറ്റ് ചെയ്ത സ്കൂളിലത്തെ മിക്ക കുട്ടികളും ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ, UKGയിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആയിട്ട്. പക്ഷെ ഹയാസിന്റെ ക്ലാസ്സിൽ അവരാരും തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നു സെയിം സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ പല പല ഡിവിഷൻസിലായിട്ട് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിരുത്തിയിട്ടുണ്ട്. ആരും ഒരു ക്ലാസ്സിൽ സെയിം ആയിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഹയാസിന്റെ യൂണിഫോം വീണ്ടും നമ്മൾ ട്രയൽ ചെയ്ത് നോക്കാണ്. അപ്പൊ ടീഷർട്ട് എടുത്ത സൈസ് ഓക്കെ അല്ല കേട്ടോ. കാരണം ഒന്നാമത്തെ ഹയാസിന് തീരെ സൈസ് ചെറുതായതുകൊണ്ട്, ഹയാസിന്റെ സൈസ് ചെറുതായതുകൊണ്ട് ആ ടീഷർട്ട് ഇട്ട് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് മെലിഞ്ഞ പോലെ ഫീൽ ചെയ്തു. അപ്പൊ എന്തായാലും അതിന്റെ തൊട്ട് മുകളിലെ സൈസ് എടുക്കാന്ന് ഓർത്തു കേട്ടോ. അപ്പൊ അതാകുമ്പോ ഒന്ന് ലൂസായിട്ട് കിടക്കുമ്പോ നമുക്ക് വെനസ്ഡേ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അവനിക്കും കംഫർട്ടായിട്ട് അതായിരിക്കും നല്ലത്. ഇറങ്ങി പിടിച്ചിരിക്കണേലും ഉള്ള ഇതിനകത്ത് ആ ഒരു യൂണിഫോം എന്തായാലും മാറ്റണം. അപ്പൊ അവിടെ നിന്ന് സൈസ് വേറെ നമുക്ക് അലോട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിൻ യൂണിഫോം ആണ് ഈ കാണുന്നത്. അതിനൊരു ഷർട്ട് വരുന്നുണ്ട്, ഒരു കോട്ട് വരുന്നുണ്ട്, ട്രൗസറും വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരു ചെറിയ സൈസ് വലുതാണ് വാങ്ങിച്ചത്. കാരണം ആദ്യം എടുത്ത സൈസ് ഇവനിക്ക് ഭയങ്കരമായിട്ട് ഇതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അതെന്തായാലും വേണ്ട. പിന്നെ ഈ യൂണിഫോം ഇടുന്നത് എനിക്ക് തോന്നുന്നു ആദ്യം മിക്കവാറും ഒരു 1.5 മണിക്കൂറത്തെ പ്രശ്നങ്ങളായിരിക്കും ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ. കാരണം ടൈയും കോട്ടും ബെൽറ്റും ID കാർഡും എല്ലാം ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാവും എന്നുള്ളത് സ്കൂള് തുറന്ന് ആ ഒരു നെയ്ക്കിലേക്ക് വരുന്നത് വരെ എന്തായാലും ടൈം എടുക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. കുറെ സമയം വേണം എന്തായാലും ഇതൊക്കെ ഇവന് ഇടിച്ച് സ്കൂളിലേക്ക് വിടണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ യൂണിഫോം ഒക്കെ സെറ്റ് ആയിട്ട് നമ്മൾ നേരെ ബുക്ക് വാങ്ങിക്കാനായിട്ട് പോയി. ബുക്ക് ഭയങ്കര കുറവാണ് കേട്ടോ. ആ ഒരു വെയിറ്റ് മാനേജ് ചെയ്യാന്നുള്ള ലെവലിൽ ഭയങ്കര കുറവാണ്. അങ്ങനെ ഹയാസിന് കുറച്ചു നേരം ബാഗ് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മള് സ്കൂള് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് കണ്ടു. അതുപോലെ ബുക്സും യൂണിഫോംസ് എല്ലാം കളക്ട് ചെയ്തു. പിന്നെ മിസ്സുമാരായിട്ട് കുറച്ച് പേരോടൊക്കെ സംസാരിച്ചിട്ട്, അപ്പൊ അവരോടൊക്കെ സംസാരിച്ചിട്ട് നമ്മളിതാ തിരിച്ചു പോരാണ്. അങ്ങനെ ഞങ്ങള് ഹയാസിന്റെ സ്കൂളിൽ പോയി യൂണിഫോമും ബുക്കൊക്കെ കയ്യിൽ കെട്ടിയിട്ടുണ്ട്. ഇനി ഹയാസ് പഠിക്കേണ്ട ചുമതല മാത്രമേ ഉള്ളൂ അല്ലേ ഹയാസ്? നന്നായി പഠിക്കോ? എല്ലാം തവക്കലത്ത് പോലല്ല. അപ്പൊ എന്തായാലും നമ്മൾ ബുക്സും യൂണിഫോമും എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളിന്റെ ഉള്ളില് ചെറിയ രീതിയിലൊക്കെ ഒന്ന് കാണാൻ പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരുടെ ക്ലാസ് റൂംസ് ഒന്നും കാണാൻ പറ്റില്ല കേട്ടാ. അങ്ങനെയൊക്കെ ഒന്നും എൻട്രി ഇല്ല, എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. പ്രൈമറി ഏരിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോ അവിടെ നിന്ന് ഒരു മിസ്സിനെ കാണിച്ചു തന്നു അങ്ങ് എത്താണെന്നുള്ളത്. അപ്പോൾ ക്ലാസ് ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ കിൻഡർ ഗാർഡൻ സെക്ഷൻ, KG സെക്ഷൻ ഒക്കെ സെപ്പറേറ്റ് ആണ്. അപ്പം അതൊന്നും കാണാൻ പറ്റിയില്ല, അതൊക്കെ സെപ്പറേറ്റ് ആണ്. ഇനിയിപ്പോ എന്തായാലും ഹയാസ് ഈ സ്കൂളിൽ തന്നെ പഠിക്കും അല്ലേ? പിന്നെ ഹയാസിന്റെ ക്ലാസ്സിൽ തന്നെ ഉള്ള ഒരു കൊച്ചിനെ കണ്ടിട്ടോ നമ്മൾ യൂണിഫോം ഇടാൻ വേണ്ടിയിട്ട് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി പോയ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവൻ യാസീൻ എന്നല്ലേ പേര് പറഞ്ഞത്, അങ്ങനെ ഉണ്ടാവും മോന്റെ പേര് പറഞ്ഞത്. അപ്പൊ അവന് മാത്രം കണ്ട്. പിന്നെ ആദ്യമായിട്ട് കാണുന്നോണ്ട് പിള്ളേർക്കൊക്കെ ഒരു ഷൈ ഉണ്ടാവില്ല. ഇനിയിപ്പൊ ഇവരുടെ ടീം വർക്ക് വന്നെന്നുണ്ടെങ്കിൽ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ഇതിലേക്ക് വരുമ്പോഴാണ് ഇവരുടെ ടീം വർക്ക് ഒക്കെ വരുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കണം. മൊത്തത്തിൽ ഭയങ്കര ടെൻഷനും വറിയൊക്കെയാണ്. എന്തായാലും ഇതൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ. ഹയാസിന്റെ ഈ ഒരു സ്കൂളിലേക്ക് പോയതിന്റെ ഒരു കുട്ടി വ്ലോഗാണ്. ഇനി ഞങ്ങൾ നേരെ ഓഫീസിലേക്ക്
വീട്ടിലേക്കാണ് പോണത്. പിന്നെ ഇന്ന് വൈകിട്ട് ഹയാസിന് കരാട്ടെ ക്ലാസ് ഉണ്ട്. അപ്പൊ ഓഫീസിൽ കയറി കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. ഹയാസിനെ കരാട്ടെ ക്ലാസ്സിന് കൊണ്ടുപോയാക്കും. അപ്പൊ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. See you. ടാറ്റാ.